പണിക്കരെ, നിങ്ങളുടെ കൊച്ചുമോൻ താലി കെട്ടാൻ നിശ്ചയിച്ച കൊച്ചുമോളുണ്ടല്ലോ, ശ്രീകുട്ടി. പാവം, ജീവിതം എന്തെന്നറിയുന്നതിന് മുമ്പ് അവൾ ഈ ലോകം വിട്ടുപോയി. കൊന്നു കളഞ്ഞു ഞാൻ. അവളുടെ ചിന്നിച്ചിതറിയ ശവശരീരവും വാരിയെടുത്തുകൊണ്ട് കൊച്ചുമോൻ ഹോസ്പിറ്റലിലേക്ക് പായുകയാണ്. ഇത് മംഗലശ്ശേരി ഗംഗാധര പണിക്കർക്ക് ഞാൻ തരുന്ന ആദ്യത്തെ തിരുവുൾക്കാഴ്ച. കണ്ണ് നിറയെ കാണ്. എന്റെ മോള് ശ്രീകുട്ടി, എന്റെ മോളാ കവിത, എന്റെ ജീവൻ. അച്ഛാ, ആരാ അവള്? അച്ഛൻ അവളെ അറിയൂ? എനിക്കറിയില്ല. ആരെങ്കിലും സഞ്ജുവിനെ ഒന്ന് വിളിക്ക. ശ്രീകുട്ടിയുടെ പിന്നാലെ അമ്മ പോയിരിക്കുക. കവിത, ആ ഫോൺ നമ്പർ നോക്ക്. ആരും പേടിക്കണ്ട. നമ്മളെ പേടിപ്പിക്കാൻ ആരോ നോക്കിയതാ. ഇതൊരു പ്രൈവറ്റ് നമ്പറാ. ഐഡി പോലും തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്യേച്ചി, ദിനേശ, സഞ്ജുവിനെ ഒന്ന് വിളിക്ക. അങ്കിളെ, മോനെ, നീ എവിടെ ഉള്ളേ? അങ്കിള് സ്വാതിക്ക് ആക്സിഡന്റ് ആയി. ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലില്. അവൾക്ക് ഇപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. വയസ്സിന്റെ മുന്നിലാ ഞാൻ. ദൈവമേ, അമ്മ എവിടെന്നറിയോ? ശ്രീകുട്ടിയുടെ പിന്നാലെ അവളും പോയതാ. എനിക്കൊന്നിനും വയ്യ അങ്കിളെ. അങ്ങളൊന്ന് വേഗം വാ. അമ്മ ഇവിടെ ഉണ്ട്. ചേച്ചി, ചേച്ചി, എന്തായി കാണിക്കുന്നേ? അവിടെ കിടക്ക്. എന്തായി കാണിക്കുന്നേ? അവിടെ കിടക്ക്. എവിടെ പോന്നേ? അവിടെ കിടക്കാനല്ലേ പറഞ്ഞത്? ചേച്ചി കാണണം. നിക്കവിടെ.
അമ്മു ബോധം തെളിഞ്ഞോണ്ട് ഇറങ്ങി ഓടുക. എവിടെ എന്റെ ചേച്ചി? എനിക്ക് എന്റെ ചേച്ചിയെ കാണണം. അമ്മു പറയുന്ന കേക്ക് വരാന്ന് പറഞ്ഞത്. എന്നെ വിട്. എനിക്ക് ചേച്ചിയുടെ അടുത്ത് പോണം. എന്നെ വിട്. സ്വാതി ഇപ്പൊ തിയേറ്ററിലാ ഉള്ളത്. ആർക്കും അവളെ ഇപ്പൊ കാണാൻ പറ്റില്ല. എന്റെ ചേച്ചി എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാനിത് എവിടെയാ? ഇവിടെ എത്തുമ്പോ അമ്മുവിന് ബോധമില്ലായിരുന്നു. അതാ അമ്മുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. നീ കിടക്കമ്മോ, ഡ്രിപ്പ് തീരട്ടെ. നിങ്ങൾ എന്റെ ചേച്ചിയെ കണ്ടോ? സ്വാതി ഓപ്പറേഷൻ തിയേറ്ററിലുള്ള അവിടെ ആർക്കും പ്രവേശനമില്ലാന്ന് നിനക്കറിയില്ലേ? ഈ സമയത്ത് നീയും കൂടി ഇങ്ങനെ ആയാൽ ഞാൻ എന്ത് ചെയ്യും? നിന്റെ ചേച്ചിക്ക് വേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനയാ. സ്വാതി തിരിച്ചു വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കും. അമ്മ കിടക്ക്, ആ ഡ്രിപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. പുറത്തു നിന്നെങ്കിലും എനിക്ക് എന്റെ ചേച്ചി ഒന്ന് കാണണം. ആദ്യം സർജറി കഴിഞ്ഞ് പുറത്തു വരട്ടെ. അമ്മുവിന്റെ ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ എന്റെ ചേച്ചിക്ക് വിധി വരില്ലായിരുന്നു. ശ്രീകുട്ടി, സഞ്ജു മോളെ, എന്താ പറ്റി എന്റെ മോക്ക്? മോളെ സഞ്ജു, എന്റെ മോളെവിടെ? പറയടാ സഞ്ജു, എന്റെ മോളെവിടെ? പറ സഞ്ജു, എന്റെ മോളെവിടെ? എന്റെ മോളെ, എനിക്ക് എന്റെ മോളെ കാണണം സഞ്ജു. എവിടെയാന്ന് വെച്ചാ നീ എന്നെ അവിടേക്ക് കൊണ്ടുപോ. വല്യപ്പച്ചി വിശ്വസിക്കും, സ്വാതിക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ കേട്ടതോ, ഫോൺ വിളിച്ച് അവര് പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല. എന്റെ മോളെ ഒന്ന് ഞാൻ കണ്ടോട്ടെ. എന്റെ മോളെ കാണാതെ ആരും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. അച്ഛനെങ്കിലും ചെന്നൊന്ന് പറ ആരോടെങ്കിലും. അവളുടെ അമ്മയ്ക്ക് അവളെ ഒന്ന് കാണണമെന്ന്. സഞ്ജു, ആക്സിഡന്റ് നടന്ന ഉടനെ ഒരു സ്ത്രീ അച്ഛന്റെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. അവര് പറഞ്ഞ മോനെ ഞങ്ങൾ ഈ വിവരം അറിയുന്നേ. വല്യപ്പച്ചി, സ്വാതി ഇവിടെ എത്തിക്കുന്നത് വരെ അവൾക്ക് ബോധം ഉണ്ടായിരുന്നു. കൂടെ അമ്മ ഉണ്ടായിരുന്നു. എന്നിട്ട് അവളെവിടെ പോലെ ഇവിടെ വെച്ച് കരഞ്ഞു വിളിച്ച് അവള് ബോധം കെട്ട് വീണു. ഒരു റൂമില് അവളെ കിടത്തിയിരിക്കുക. പോവരുതേ പോവരുതേന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. എന്റെ വാക്ക് കേൾക്കാതെ ശ്രീകുട്ടി പോയത്. സഞ്ജു, എനിക്ക് എന്റെ മോളെ കണ്ടേ പറ്റൂ സഞ്ജു. അപ്പച്ചി, മോളെ, മോളെ, വല്യച്ചി, ശ്രീകുട്ടി, 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 എന്റെ മോളകത്ത് കിടക്കുന്നത്. എനിക്ക് അവളെ ഒന്ന് കാണണം.
പറ്റില്ല എന്ന് ദൈവത്തെ ഓർത്ത് പറയരുത്. പേഷ്യന്റ് ഇപ്പൊ തിയേറ്ററില്ല, കുറച്ച് സമയം കാത്തിരുന്നേ പറ്റൂ. എന്റെ മോളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെങ്കിലും ഒന്ന് പറ. ഞാൻ അവളുടെ അമ്മയെന്ന് പറഞ്ഞില്ലേ? സർജറി കഴിഞ്ഞ് ഡോക്ടർ നിങ്ങളോട് സംസാരിക്കും. വെയിറ്റ് ചെയ്യ്, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. വല്യച്ച വാ, വല്യച്ച എന്റെ മോളകത്ത് വന്നേ പറയട്ടെ. ബാ വാ, പറയുന്ന കേട്ടെ. നടക്ക. എന്നവളെന്റെ വാക്ക് ധിക്കരിക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ കഷ്ടകാലം. ആ പെണ്ണ് കാരണം ആപത്ത് വരുമെന്ന് ഞാൻ ഭയന്നതാ. അത് തന്നെ സംഭവിച്ചു. സമയദോഷം കൊണ്ട് ഓരോന്ന് സംഭവിക്കുന്നതിന് മറ്റുള്ളവരെ എന്തിനാ കജിനെ പഴിക്കുന്നത്? വീട്ടിലിരുന്നതല്ലേ അവൾ. ആരോ പറയുന്ന കേട്ട് അമ്മുന്റെ വിവാഹ ആൽബം വാങ്ങാൻ ഓടിയതാ. ഇതൊരു ആക്സിഡന്റ് അല്ല, കഴുതിക്കുട്ടി ചെയ്തതാ. അത് അവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് വെച്ച് ഉറപ്പായിട്ടും സംഭവിക്കുമായിരുന്നു. രാജു, നീ അമ്മുന്റെ അടുത്തേക്ക് ചെല്ല്. റൂം നമ്പർ 504 അമ്മ ഉണ്ട്. കാവേരി, നീ കൂടെ ചെല്ലും. അമ്മു ശ്രീകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നോ? സ്വാതി വന്ന വണ്ടി വഴിയിൽ എവിടെയോ കേടായി. അങ്ങനെയാ അവൾ എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ വഴിക്ക് വെച്ച അമ്മുവിനെ കണ്ട് കാറിൽ കയറ്റിയത്. അമ്മു എന്തിനാ ശ്രീകുട്ടിയുടെ പിന്നാലെ പോയത്? സ്വാതി ആൽബം വാങ്ങാൻ പോയതൊന്നും അമ്മുവിന് അറിയില്ലായിരുന്നു. സ്വാതി അവളോടത് പറയാതെ പോയത്. സഞ്ജു, നീ ഡോക്ടറുമായിട്ട് സംസാരിച്ചോ? സർജറിക്ക് മുൻപ് സംസാരിച്ചു. അവൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ സമാധാനായിട്ടിരിക്കും. പ്രഭയോട് ഞാൻ എന്തു പറയും? തറവാട്ടിലേക്ക് വരുന്നതിനോട് പ്രഭയ്ക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു. മോർണിംഗ് വാ. അമ്മ, എന്റെ മോള്. മോനെ, ഇതിവിടം കൊണ്ട് തീരില്ല. നമ്മുടെ കുടുംബം തകർത്ത് കളയാൻ ഒരു ശത്രു നമുക്കുണ്ട്. മോൻ സൂക്ഷിക്കണം. അമ്മു, കരയാതെ. എന്റെ ചേച്ചി ഇല്ലാതെ ഞാൻ പിന്നെ എന്തിനു ജീവിക്കണം? ശ്രീകുട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് സഞ്ജു പറഞ്ഞതല്ലേ? എന്നോട് വന്നിരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അവിടെ ശ്രീകുട്ടിയുടെ അമ്മയും കവിതപ്പിച്ചും ഒക്കെ ഉണ്ട്. അമ്മ അങ്ങോട്ട് ചെന്നാ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അവരെന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എല്ലാം കേൾക്കണ്ടുള്ള ഞാൻ. എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ തന്നെ. ചേച്ചിയോട് ഞാൻ എല്ലാം പറഞ്ഞു. നീ എന്തു പറഞ്ഞു? എന്റെ ഭർത്താവ് ആരാണെന്ന് അറിയണം. എന്നോട് പറയാതെ ചേച്ചി പോയത്. അയാളെ കണ്ടുപിടിച്ച് എനിക്ക് വിവാഹമോചനം നേടിത്തരാനാ ചേച്ചി ഇറങ്ങി തിരിച്ചത്.
എന്റെ മടി കിടന്ന് ചേച്ചി ഓരോന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചേച്ചിയുടെ രാജകുമാരന എന്റെ കഴുത്തിന് താലി കെട്ടിയതെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഈശ്വര, അമ്മോ, ഞാൻ എങ്ങനെ അത് പറയാതിരിക്കും? എന്റെ ചേച്ചിയിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ച സത്യം അത് മാത്രമാ. എന്നിട്ട് ശ്രീകുട്ടി എന്ത് പറഞ്ഞു? സഞ്ജു, ഇവള് പറയുന്നത് നീ കേട്ടോ? സത്യം ശ്രീകുട്ടിയോട് പറഞ്ഞെന്ന്. പക്ഷേ അത് സ്വാതി കേട്ടില്ല പച്ചി. അപ്പോഴേക്കും അവളുടെ ബോധം പോയിരുന്നു. അത് കേട്ടിരുന്നെങ്കിൽ ശ്രീകുട്ടിക്ക് ജീവിക്കണമെന്നുള്ള മോഹം കൂടി നഷ്ടമായനെ. ഞാൻ ഇവിടുന്ന് സ്വയം പോയതല്ല. ജീവിക്കാൻ ഒരു വഴിയെ തുറന്നു കിട്ടി. പക്ഷെ നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ ഇന്നിതൊക്കെ സംഭവിക്കായിരുന്നോ? നിങ്ങൾ എന്നെ വിട്ടുപോകാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ചേച്ചിയെ വിളിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു. ചേച്ചി എന്നെ തേടി വന്നാലും എന്റെ മനസ്സ് മാറില്ലായിരുന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് അറിയാനുള്ള ശ്രമമൊക്കെ ചേച്ചി ഏതാണ്ട് അവസാനിപ്പിച്ചതാ. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നിരുന്നെങ്കിൽ പിന്നെ ചേച്ചി ആ വഴിക്ക് പോവില്ലായിരുന്നു. എനിക്കൊരു ജീവിതം തരാനുള്ള ഓട്ടത്തിനിടെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയായി. രാജു, ഒന്ന് പുറത്തേക്കോ. മോളെ, നീ കാരണമൊന്നും അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അറിയേണ്ടവർക്കൊക്കെ അതറിയാം. ശാസ്ത്രികൾ തന്ന മുന്നറിയിപ്പ് നീ ഓർമ്മിക്കുന്നില്ലേ? ആത്മാവ് വീട് വിട്ടു പോകുമ്പോൾ ആപത്തുകൾ വന്ന് ഭവിക്കാൻ സാധ്യത കാണുന്നു. മംഗലശ്ശേരിയിലെ ഇളം തലമുറയിൽപ്പെട്ടവർക്ക് നല്ല കരുതൽ വേണം. ജീവാപായം വരെ സംഭവിക്കാം. നീ പോയിട്ട് മടങ്ങി വരാതിരുന്നെങ്കിലും ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ച ആപത്ത് ഒഴിഞ്ഞു പോകില്ലായിരുന്നു. ഡോക്ടർ, ഡോക്ടർ, സ്വാതിയുടെ ഒരു സർജറി കഴിഞ്ഞു. എന്റെ മോള് കണ്ണു തുറന്നു ഡോക്ടർ. 48 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും തരാൻ കഴിയില്ല. കാര്യങ്ങളൊക്കെ ഞാൻ സഞ്ജുനോട് സംസാരിച്ചതാണല്ലോ. ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പൊ നീ പറഞ്ഞതൊക്കെ എന്നെ ആശ്വസിപ്പിക്കാനായിരുന്നു. ഡോക്ടർ, എന്റെ മോളെ ഞാനൊന്ന് കണ്ടോട്ടെ. പേഷ്യന്റ് അടുത്തേക്ക് ഇപ്പൊ ആർക്കും പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാം. ലീന, ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ചെരുപ്പ് അഴിച്ചിട്ടിട്ട് അകത്തോട്ട് പോയിക്കോളൂ. ശ്രീകുട്ടി, അമ്മയ്ക്ക് നിന്നെ എങ്ങനെ കാണേണ്ടി വന്നല്ലോ. സഞ്ജു, എന്റെ പൊന്നെ മോളെ, പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. മോളെ, നിന്റെ അമ്മയാ. കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ.
എനിക്ക് എന്റെ മോളുടെ അടുത്ത് നിക്കണം മോനെ. പ്ലീസ്, ഞാനിവിടെ നിന്നോട്ടെ. ഞാൻ വിളിച്ച എന്റെ മോള് കണ്ണു തുറക്കും. മോളെ ശ്രീകുട്ടി. വല്യപ്പച്ചി വന്ന്, വല്യപ്പച്ചി വന്ന്, വാ.